ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പിയും എൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ണൂക്കാരുടെ കണ്ണപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ബിരിയാണി അരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു എഗ്ഗാണ് കേട്ടോ. ആ എഗ്ഗ് പിന്നെ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസോളം വെള്ളം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ബിരിയാണി അരി കൊണ്ട് തന്നെയാണ് കേട്ടോ, ജീരകശാല അരി കൊണ്ടാണ്. അപ്പോൾ അതാ ഇതുപോലെയാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല കേട്ടോ. നമ്മുടെ ദോശമാവിൻ്റെ അത്ര ലൂസാവാനും പാടില്ല, ഒട്ടപ്പത്തിൻ്റെ അത്ര കട്ടിയാവാനും പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ വേണ്ട കറിവേപ്പില കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വേണം. അപ്പോൾ അതിലേക്ക് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ലെമണൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സാക്കുന്നുണ്ട്. അത് മിക്സാക്കിയ ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നാടൻ ഫുഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്, റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല കളറുണ്ടെങ്കിലും ഇത് കാശ്മീരി മുളക് പൊടി പോലെയുള്ളൊരു മുളക് പൊടിയാണ് കേട്ടോ. എരിവൊന്നുമില്ല, മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം ആ എണ്ണയിലേക്ക് തന്നെ സവാള വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. സവാളയിൽ കുറച്ച് ഉപ്പിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒരു റെസിപ്പി കണ്ണൂക്കാരുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റെസിപ്പിയും ഇതുപോലെ തന്നെയാണ് ഏകദേശം. അപ്പോൾ മസാലകളൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ മറക്കരുത്. ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവാളയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം മാത്രം നമ്മുടെ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചിട്ടുള്ളതാണ്. ഇതും ആവിയിൽ വേവിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുറ്റുവട്ടത്തും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഇനി ഒരു കയ്യിലെടുത്തിട്ട് അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇത്രയായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് മസാല ആ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് മസാലയും മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ ആവിയിൽ ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈസിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മാത്രമല്ല കേട്ടോ, അതിൽ ഫിഷായിട്ടും ബീഫായിട്ടും ഇതൊക്കെ നമുക്ക് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ചേർക്കാം. അപ്പോൾ കണ്ണപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാ റെസിപ്പിയും ഇതുപോലെ ഒരു കപ്പ് ഒരു ഗ്ലാസ് അരിക്ക് ഇത്രയും അപ്പങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ടും വീഡിയോസായിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.